Blessed be the name, blessed be the name of the Lord. He is worthy to be praised and adored. So we lift up holy hands in one accord, singing, blessed be the name. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹ ബഹുമാനമുള്ള വികാരി ജോണച്ച തോമസ് അച്ച ഇന്ന് ഈ തിരുനാൾ ദിവസം തന്നെ ജന്മദിനം ആഘോഷിക്കുന്ന ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, ബന്ധുക്കളെ, സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഈ ഓഗസ്റ്റ് 15. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിവസമാണ്. മറ്റൊന്ന്, നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ്. മൂന്നാമതായിട്ട് നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ ജോർജ് ജോസഫ്, നമ്മൾ പൊന്നനെന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് ജോസഫ് സാറിൻ്റെ ജന്മദിനം കൂടിയാണ്. അത് ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യമായിട്ട് നമ്മൾ ഇന്ന് പരിഗണിക്കുകയാണ്. രാവിലത്തെ മറ്റ് 2 കുർബാനകളിൽ ഈ തിരുനാളിൻ്റെ ദിവസം കുർബാനയായിട്ട് അർപ്പിച്ചു. ഇന്നിപ്പോൾ ഈ ഒരു ബലി ജോർജ് ജോസഫിൻ്റെ ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുടനീളം ദൈവത്തിൻ്റെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായം ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് ജോർജ് ജോസഫ് സാർ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിലുടനീളം അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ സ്നേഹ സംരംഭങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധമായ പ്രവർത്തനങ്ങളിലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലും സ്നേഹവുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ ജോർജ് ജോസഫ് സാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല വർഷങ്ങളിൽ ഈ ഇടവകയിലെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ സെപ്റ്റംബർ മാസം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഇങ്ങനെ തിരുനാളുകൾ ആഘോഷിക്കാറുള്ളത്. ഈ ദിവസം പ്രത്യേകിച്ച് ഈ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ദിവസമായി ഇന്ന് പ്രത്യേകമായ രീതിയിൽ ദൈവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അദ്ദേഹത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളും ഏറ്റവും മനോഹരമായ രീതിയിൽ വിജയത്തിലെത്താനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം നിരന്തരം അദ്ദേഹത്തിൻ്റെ ഉണ്ടാകട്ടെ എന്ന് ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ സ്വർഗാരോപണം ഒരർത്ഥത്തിൽ ഭൗമികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് സ്വർഗാരോപണം എന്ന് പറയുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആത്യന്തികമായി സ്വർഗത്തിലേക്ക് ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരേണ്ടതാണ്. അപ്പോൾ അതുപോലെ അമ്മയുടെ ആ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ നമ്മുടെ ഭാരതനാട് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ളത് ആകസ്മികമായ ഒരു സംഭവമല്ല.
അത് ദൈവീക പരിപാലനയുടെ ഒരു പദ്ധതിയായിട്ട് വേണം നമുക്ക് കാണുവാൻ. അതുകൊണ്ട് നമ്മുടെ ഭാരതവും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കപ്പെടുവാൻ, നിലനിൽക്കുവാൻ, അഭംഗുരം തുടരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞാബദ്ധരായിട്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രവർത്തിക്കാം. മുന്നോട്ടുള്ള നമ്മുടെ എല്ലാ ദിനങ്ങളിലും പ്രവർത്തിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്കറിയാം, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ നമ്മൾ ഈ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സർ ഡോക്ടർ ജോർജ് പി ജോസഫ് പൊന്നഞ്ചേട്ടൻ്റെ ജന്മദിനം. ഞാൻ പറയും, ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും ആകസ്മികമല്ല, ദൈവപരിപാലനയിൽ ഒരുമിച്ച് വന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പൊന്നഞ്ചേട്ടൻ്റെ ജന്മദിനവും ഈ അനുഗ്രഹീത ദിനത്തിലായി എന്നുള്ളതും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കണം. പൊന്നഞ്ചേട്ടനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ചും ഈ നാട്ടിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും എന്നേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തെ അറിയുന്ന വ്യക്തികളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, താൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും സമർപ്പിതമായ ഒരു ജീവിതം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. തന്നാലാവുന്ന വിധത്തിലെല്ലാം ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട്, ഈ സഭയെ കെട്ടിപ്പടുക്കുവാനായിട്ട്, ഈ സമുദായത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട്, പൊതുസമൂഹത്തെ പുഷ്ടിപ്പെടുത്തുവാനായിട്ട്, കെട്ടിപ്പടുക്കുവാനായിട്ട് തൻ്റെ കഴിവും തൻ്റെ അറിവും തൻ്റെ സമ്പത്തും തൻ്റെ സമയവും എല്ലാം വ്യയം ചെയ്യുവാൻ മടികൂടാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ദൈവം അദ്ദേഹത്തിന് നൽകിയ ആയുസ്സിനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയാം. നാം ഈ ബലി അർപ്പിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈ ബലി നമ്മൾ പൊന്നഞ്ചേട്ടന് വേണ്ടി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും, അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകുവാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളും പരിസമാപ്തിയിൽ പൂർണ്ണമായിട്ട് എത്തിച്ചേരുവാൻ, വിജയത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം നമുക്ക് ഈ ബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ വർഷിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജന്മദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജോർജ് ജോസഫ് സാറിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പ്രത്യേകം പരിപാലിക്കുകയും അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള വലിയ ദൗത്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാൻ ആവശ്യമായ കൃപ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലോ. ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. പ്രകാരം തന്നെ താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ
ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. കർത്താവിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അനുഗ്രഹീതർ. മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ
ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരുവൻ ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ. ഇടവക്കാരെയും ഈ പ്രദേശക്കാരെയും കാനാൻ ദേശത്ത് നയിക്കാനായിട്ട് ഈ യുഗത്തിൽ പേര് നൽകി നിയമിച്ചിരിക്കുന്നത് സർ ഡോക്ടർ ജോർജ് പി ജോസഫ് PhD. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നഞ്ചേട്ടൻ ഇന്ന് 73-ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഈ നാടിൻ്റെ പ്രിയപ്പെട്ട പൊന്നഞ്ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായൊരു ലേഖനം പൊന്നഞ്ചേട്ടനെക്കുറിച്ച് വായിക്കാൻ സാധിച്ചു. സ്നേഹദീപം തെളിയുന്ന വിളക്കുമരം. ഈ സ്നേഹദീപം തെളിയുന്ന വിളക്കുമരമാകുന്ന പൊന്നഞ്ചേട്ടനെക്കുറിച്ച് സുസഭാഗ്യ പിതാവ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണമാലി തിരുനാളിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്: കത്തോലിക്ക സഭ പൊന്നഞ്ചേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി കത്തോലിക്ക സഭയെ അതിനേക്കാൾ ഉപരിയായി ഈ ചെല്ലാനം ഇടവകങ്ങളും ഞങ്ങളുമൊക്കെ പൊന്നഞ്ചേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇത്ര ബൃഹത്തായ ഒരു ദേശത്തിൻ്റെ സ്നേഹനായകനായി, സ്നേഹദായകമായി, എല്ലാവർക്കും എല്ലാമായി കാരുണ്യവും സ്നേഹമൊക്കെ നൽകിക്കൊണ്ട് നമ്മളെ പരിപാലിക്കുന്ന പൊന്നഞ്ചേട്ടൻ നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ രക്ഷാധികാരി, നിർമ്മാണത്തിന് രക്ഷാധികാരിയായി നിയോഗിക്കപ്പെട്ടിരിക്കുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ നിയോഗം പോലെ ഇത് ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് എന്നാണ് പൊന്നഞ്ചേട്ടൻ എപ്പോഴും പറയുന്നത്. ആ ദൈവനിയോഗം ഏറ്റെടുത്ത ദൈവമനുഷ്യൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒരുപക്ഷേ പൊന്നഞ്ചേട്ടനെ പല രംഗങ്ങളിലും കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാവുന്ന സാങ്കേതികമായ കാരണങ്ങളാൽ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പൊന്നഞ്ചേട്ടനെ വീണ്ടും കാണുന്നത്. ഈ 2-3 കൂടിക്കാഴ്ചയിൽ പൊന്നഞ്ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് പറയുവാൻ തോന്നിയ ഒറ്റ വാചകം ഇതാണ്: യാക്കോബ് യേശാവുമായി കണ്ടുമുട്ടുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, നിനക്കിപ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ്. പ്രിയം പൊന്നഞ്ചേട്ടാ, ഈ കുറഞ്ഞ 4-5 മാസം കൊണ്ട് അങ്ങുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം 12-ാം തീയതി വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അങ്ങ് എനിക്ക് സ്നേഹപൂർവ്വം കുഞ്ഞ് അഞ്ചിനെ പോലെ ഒരു ചോക്ലേറ്റ് തന്ന് ഒരു ജ്യൂസും തന്ന് സ്വീകരിച്ചപ്പോൾ അങ്ങേക്ക് ദൈവത്തിൻ്റെ മുഖമാണ് എന്നാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പൊന്നഞ്ചേട്ടൻ പലപ്പോഴും എന്നെ ഓരോരുത്തർ വിളിക്കാറുണ്ട്, പൊന്നഞ്ചേട്ടനെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, പൊന്നഞ്ചേട്ടൻ എൻ്റെ സ്വത്തല്ലല്ലോ, അല്ലെങ്കിൽ ആർക്കും എപ്പോഴെങ്കിലും കാണാമല്ലോ എന്ന് പറയുമ്പോൾ പൊന്നഞ്ചേട്ടൻ തന്നെ മറുപടി പറഞ്ഞത് ഇതാണ്: ഞാൻ കത്തോലിക്ക സഭയുടെ പുത്രനാണ്, കത്തോലിക്ക സഭയുടെ സ്വത്താണ്, അതുപോലെ തന്നെ മുതൽക്കൂട്ടാണ്. വൈദികരുടെയോ മെത്രാൻ്റെയോ പോപ്പിൻ്റെയോ ഒന്നും സ്വത്തല്ല. കത്തോലിക്ക സഭയുടെ മുതൽക്കൂട്ടാണ്, കത്തോലിക്ക സഭയുടെ മകനാണ് എന്നാണ്. ആ കത്തോലിക്ക സഭയെ നയിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഞാൻ ദൈവേഷ്ടം നിറവേറ്റാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഈ ദിവസത്തിൽ ഇത്രമാത്രം വിശ്വാസബോധ്യത്തോടുകൂടി ദൈവേഷ്ടം നിറവേറ്റുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പൊന്നഞ്ചേട്ടനെക്കുറിച്ച് സ്നേഹദീപം തെളിയുന്ന വിളക്കുമരം എന്നൊക്കെ ആ ലേഖനമൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. സുസഭാഗ്യം പിതാവ് പറഞ്ഞതുപോലെ കത്തോലിക്ക സഭ പൊന്നഞ്ചേട്ടനോടും കുടുംബത്തോടും കടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് ഓർത്തുകൊണ്ട് തന്നെ ഈ ചെല്ലാനം ഇടവകങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കൊരു മോശ തന്നെയാണ്. ദൈവം നിയോഗിച്ച മോശ രക്ഷാധികാരി എന്നാണ് നമ്മളുടെ ഉടമ്പടിയിൽ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ രക്ഷാധികാരിയെ പൊന്നഞ്ചേട്ടനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. 93 മുതൽ പൊന്നഞ്ചേട്ടനെ കണ്ടിട്ടുണ്ട്,
പൊൻചേട്ടൻ്റെ പരിപാടികൾക്ക് വന്ന് പങ്കെടുത്തിട്ടുണ്ട്. 3-4 മാസം കൊണ്ട് ഞാൻ നിരന്തരം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പൊൻചേട്ടൻ ചില നിർബന്ധ ബുദ്ധികളുമുണ്ട്. കാരണം എന്നെ വിളിച്ചത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും, ഞാനും കേട്ടിരിക്കും. എന്നാൽ ഈ 4 മാസം കേട്ട കാര്യങ്ങളെന്ന് പറയുന്നത് 14 വർഷം സെമിനാരിൽ പഠിച്ചതിനേക്കാൾ ഉപരിയാണ്. അതിനേക്കാൾ ഉപരിയായി പൊന്നഞ്ചേട്ടൻ്റെ മുൻകാലങ്ങൾ എൻ്റെ ബന്ധം നഷ്ടപ്പെട്ടതൊരു തീരാ നഷ്ടമാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, 93-ൽ പട്ടം കിട്ടിയപ്പോൾ മുതൽ പൊന്നഞ്ചേട്ടനെ പരിചയപ്പെടുകയും ഈ ഉപദേശങ്ങളും കുഞ്ഞനുജനെ പോലെയുള്ള ഉപദേശങ്ങളും സ്നേഹമൊക്കെ തന്ന് പൊന്നഞ്ചേട്ടൻ്റെ പരിഗണനയിലായിരുന്നെങ്കിൽ ഞാനിന്ന് ഒരു വിശുദ്ധനായ വൈദികനായി എത്തിച്ചേർന്നതിനുമായിരുന്നു. എന്നാൽ ഇനിയുള്ള കാലങ്ങളിൽ സമയം നഷ്ടപ്പെട്ടിട്ടില്ല, കാലം നഷ്ടപ്പെട്ടിട്ടില്ല. പൊന്നഞ്ചേട്ടനുമായിട്ടുള്ള സഹകരണത്തിൽ വിശുദ്ധിയിലേക്ക് വളരുന്ന ഒരു വൈദികനായി തന്നെ തീരാൻ സാധിക്കും എന്നൊരു ബോധ്യമുണ്ട്. ഏതായാലും കാലത്തിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് വ്യക്തിപരമായി ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് തന്നത്. കഴിഞ്ഞ ദിവസം ഐ വാസ് സോ ഫീലിങ്സ് ഹാപ്പി വെൻ യു ഗിവ് മീ ദ ചോക്ലേറ്റ്സ്. അത് ഔപചാരികമായി നമ്മൾ കാണാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാൻ സെർച്ച് ചെയ്ത് പുൽക്കാറിൽ കൃത്യമായി കണ്ടു. ആദ്യം കണ്ടപ്പോൾ ഗൾഫിൽ നിന്നും വരുന്ന ചേട്ടന്മാർ കുഞ്ഞനുജന്മാർക്ക് കൊടുക്കുന്ന ഒരു ചോക്ലേറ്റാണ്. ഞാൻ ഇതുവരെയും തിന്നിട്ടില്ല, കാരണം തിന്നാൻ തോന്നുന്നില്ല. അതിന് പിന്നിൽ ഒരുപാട് സ്നേഹമുണ്ട്. അത് എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. പ്രിയ പൊന്നുചേട്ടാ, ഞങ്ങൾക്ക് വാക്കുകളില്ല, ഞങ്ങൾക്ക് ഹൃദയം മാത്രമേ ഉള്ളൂ. ചെല്ലാനംകാരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന അങ്ങ് എന്നെന്നും ചെല്ലാനം ഇടവകങ്ങളുടെയും ചെല്ലാന പ്രദേശത്തിൻ്റെയും ഹൃദയങ്ങളിൽ അങ്ങ് ജീവിക്കും, എൻ്റെയും മനസ്സിൽ ജീവിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കൂടുതൽ ഈ മഹൽ വ്യക്തിയായ പൊന്നഞ്ചേട്ടൻ ആയുരാരോഗ്യത്തോടുകൂടി ആയുസ്സോടുകൂടി ദീർഘായുസ്സോടുകൂടി ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഞങ്ങളേവരുടെയും ജന്മദിന ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയൊരു വ്യത്യാസം, ഞങ്ങൾ ഗായക സംഘം ഹാപ്പി ബർത്ത്ഡേ പാടും. കഴിവതെല്ലാവരും എഴുന്നേറ്റിരിക്കുകയാണ്. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Joseph. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, dear Joseph. May the good God bless you. Happy long life to you. Happy long life to you. Happy long life to you, dear Joseph. Happy long life to you. നമ്മളെല്ലാവരുടെയും സ്നേഹത്തിൻ്റെ സമ്മാനം എളിയ പൂക്കൾ മാത്രമേ ഉള്ളൂ. അത് സ്വീകരിക്കാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ പിതാവായ ദൈവം നമ്മുടെ മാതൃകാറ്റത്തെ അനുഗ്രഹിക്കുകയും ഇന്ത്യയുടെ മധ്യസ്ഥയായ കന്യകാമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ എല്ലാ ജനങ്ങൾക്കും സമാധാനവും ഐശ്വര്യവും നൽകുകയും ചെയ്യുമാറാകട്ടെ. ദൈവപുത്രൻ നമ്മുടെ നേതാക്കളെ കനുവാർന്ന് കടാക്ഷിക്കുകയും ദീർഘവീക്ഷണത്തോടും ധൈര്യത്തോടും കൂടെ ഉന്നതാദർശങ്ങൾ പിഞ്ചെല്ലാം പ്രചോദിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവകൽപ്പനകളുടെ വഴിയിലൂടെ ചരിക്കാൻ നിങ്ങളെ ശക്തരാക്കുകയും സ്വർഗനിവാസികളുടെ കൂട്ടവകാശികളായി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന സർവീസിന് അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി.
പൊന്നഞ്ചേട്ടൻ്റെ 73-ാം ജന്മദിനം നമ്മൾ ഈ കൊറോണ കാലത്ത് ആഘോഷിക്കുകയല്ല, ആചരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആചരിക്കുമ്പോൾ ആചാരങ്ങൾ എപ്പോഴും വിശപ്പിൽ നിന്നും പരിഹാരം ഉണ്ടായിക്കൊണ്ടാണ് ആഘോഷങ്ങളിലേക്ക് പോകുന്നത്. നമ്മിപ്പോൾ ആചരിക്കുമ്പോൾ നമ്മുടെ വിശപ്പിന് ഒരു പരിഹാരം പൊന്നഞ്ചേട്ടൻ എപ്പോഴും ദേശവാസികളോട്, ഈ സഹോദരങ്ങളോട് എപ്പോഴും ഉള്ളൊരു വ്യക്തിയാണ്. ഒരുപക്ഷേ ബർത്ത്ഡേ ആശംസകൾ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാനൊരു അവസരമാണ്. പൊന്നഞ്ചേട്ടനും ഈ നാടിൽ നിന്നും പോയി ഒരു സാമ്രാജ്യം വളർത്തിയെടുത്തെങ്കിലും ഈ നാട്ടിലെ കാല് അദ്ദേഹം ചൂട് പറിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ മഹത്വം. അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ പൊന്നഞ്ചേട്ടനെ എപ്പോഴും നമുക്കറിയാം. ഞാൻ എന്തിനാണ് മറച്ചു വെക്കുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പൊന്നഞ്ചേട്ടനെ. ചൂട് ഉറപ്പിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജനിച്ച മണ്ണിനോടും ജനിച്ച മണ്ണിലെ ജനതയോടും ഉള്ളൊരു ആത്മാർത്ഥതയാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന് മുമ്പിൽ ശിഷ്യന്മാർ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. യഹൂദ പ്രമാണികളിൽ ഒരുവന് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അവൻ നമുക്കൊരു ജപാലയം പണിതു തന്നവനാണ് അല്ലേ? അവൻ നമുക്കൊരു യഹൂദ പ്രമാണിയെക്കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞ എന്താണ്? അവൻ നമുക്കൊരു ജപാലയം പണിതു തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ തലമുറ എന്നും പറയും, പൊന്നഞ്ചേട്ടൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ജപാലയം പണിതു തന്നു എന്ന് പറയുന്നത് ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. സത്യമല്ലേ? അപ്പോൾ തീർച്ചയായും നമുക്കൊരു ജപാലയം പണിതു തന്ന് എന്നും ഇവിടെ ആയിരിക്കണം, ഇവിടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പൊന്നഞ്ചേട്ടൻ. അതുകൊണ്ടാണ് ഇന്ന് കാണുന്നവരെയും നാളെ കാണുന്നവരെയും നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്. ഈ ചെറിയവരിൽ ഒരുവനെ ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കുന്ന സ്നേഹസമ്പന്നനായ, സ്നേഹം ദീപം തെളിയുന്ന വിളക്കുമരം എന്ന് നമ്മൾ കലക്കത്തിൽ വായിക്കുന്നെങ്കിൽ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ എനിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വചനത്തിൽ ജീവിക്കുന്ന പൊന്നഞ്ചേട്ടൻ സന്മനസ്സോടുകൂടി നമുക്ക് നൽകുന്ന ഈ ഉപഹാരം ദയവായിട്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ സ്വീകരിക്കാൻ മുന്നോട്ട് വരിക. പ്രിയപ്പെട്ട പൊന്നഞ്ചേട്ടൻ, എനിക്ക് സംസാരിച്ച ബഹുമാനപ്പെട്ട ഫാദർ കളത്തിൽ ജോൺ കളത്തിൽ, ജോജി വിൽസൺ, ലാസ്റ്റ് ബാബച്ചൻ, ഇവിടെ സംഗീതരായിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാർ, പൊന്നഞ്ചേട്ടൻ ഇന്നലെ 2 ദിവസം മുൻപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബർത്ത്ഡേ കഴിഞ്ഞ കുറേ വർഷങ്ങൾ, അതായത് എൻ്റെ അനിയൻ്റെ ആ വിവാഹം ഉറപ്പിച്ച ആ നാൾ തൊട്ട് ഞങ്ങൾ തമ്മിൽ വളരെയധികം അടുത്ത ബന്ധമാണ്. പൊന്നഞ്ചേട്ടനെ കുറിച്ച് ഒരുപാട് വിവാഹത്തിനോട് കേട്ടിട്ടുണ്ട്. മിഖ്യാലിൻ്റെ സന്തതികളല്ലേ, പല സിനിമകളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ പേരുകൾ സുപരിതമാണെങ്കിൽ തന്നെയും വ്യക്തിബന്ധങ്ങൾ വന്നത് ഈ ആ ഒരു വിവാഹ ബന്ധത്തിലൂടെയാണ്. ഇന്ന് ഓഗസ്റ്റ് 15 ഭാരതത്തെ സംബന്ധിച്ചിട്ട് നമ്മളുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുപോലെ തന്നെ ഇതിനുള്ള അച്ഛൻ കുർബാന സമയത്ത് പറഞ്ഞ മാതാവിൻ്റെ വലിയൊരു ഭക്തനാണ്. മാതാവിൻ്റെ ആ ഒരു കടാക്ഷവും ആ മാതാവിൻ്റെ സംരക്ഷണവും വളരെയധികം പൊന്നഞ്ചേട്ടന് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെല്ലാം പ്രത്യേക അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും എല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പൊന്നഞ്ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിശാല മനസ്ഥിതി. കുറച്ച് നേരത്തെ ഞങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് വീട്ടിൽ സംസാരിച്ച പൊന്നഞ്ചേട്ടൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട ആൾക്കാരാണ്. നമ്മൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. വി ആർ ഇൻ ക്യൂ. പലപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ വളരെയധികം സമയങ്ങൾ ചിലവഴിക്കും. അപ്പോൾ വി ആർ ഇൻ ക്യൂ. അപ്പോൾ ഞാൻ ചോദിച്ചേട്ടൻ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ക്യൂവിലാണ്. ഇന്ന് കാണുന്ന ആളുകളെ നാളെ കാണുന്നില്ല. അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട
ഓരോ തോട്ടക്കാരൻ ഇഷ്ടപ്പെട്ട പുഷ്പം പറിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ ഓരോരുത്തരും നമുക്ക് കാണുന്നില്ല. പക്ഷേ എൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ മക്കളും പേരക്കിടാങ്ങളും പറയണം, ആ ഒരു ദേവാലയം അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇപ്പോൾ കോളേജ് സ്കൂള് ഇത് എൻ്റെ അപ്പ ചെയ്തതാണ് അല്ലെങ്കിൽ എൻ്റെ അപ്പാപ്പൻ ചെയ്തതാണെന്നുള്ളത് അത് സമൂഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തിയാണ്. ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ നമ്മൾ മാത്രം നന്നായാൽ പോരാ, ആ സഹജീവികളോടുള്ള പരിഗണന. ഇന്ന് നേരത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഈ പുറപ്പെട്ടു പോയ ആളുകളൊക്കെ എല്ലാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നോക്കിയാൽ കാണാം, പുറപ്പെട്ടു പോയവരെല്ലാം നന്നായിട്ടൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. ആരും വന്നിട്ടില്ല. പക്ഷെ ആ വന്നിരിക്കുന്ന ഏതാനും ചില വ്യക്തികളിൽ ഒരാളാണ് പൊന്നൻ ചേട്ടൻ. ആ ജനിച്ച മണ്ണും ആ ജനിച്ച സ്ഥലം അതിനോടുള്ള കൂറും ആ സഹപ്രവർത്തകരെയും ഇന്നിപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധിക്കുകയാണ്, ഓരോരുത്തരുടെയും പേരെടുത്ത് പൊന്നൻ ചേട്ടൻ ഇന്നും വിളിക്കും, ഇന്നാളെന്നൊക്കെ. അത് വലിയൊരു ബന്ധമാണ്. ഇത്രയും വർഷങ്ങളായിട്ടും ആ ആത്മമിത്രങ്ങളെ ഇന്നും മറക്കാതെ അദ്ദേഹത്തിനൂടെ ഒന്ന് അങ്ങനെ ഓരോരുത്തരുടെയും ബാല്യകാല സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ മറ്റെല്ലാവരുടെയും പേരുകളെടുത്ത് വിളിക്കാനായിട്ടുള്ള ആ ഒരു ബന്ധം ആ മനസ്സിൻ്റെ ഉള്ളിൽ അത്രത്തോളം ഇറങ്ങിയിട്ടുള്ള ബന്ധമാണ്. അത് നിങ്ങൾ ആരെയും മറന്നുള്ളതല്ല. ആ ഒരു ബന്ധമാണ് പൊന്നൻ ചേട്ടനും അതുപോലെ പൊന്നൻ ചേട്ടൻ്റെ മക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ചേട്ടനും ആ ഒരു കുടുംബം ഇന്നും ഇതിനോട് ഇഴുകിച്ചേർന്നിരിക്കുന്നു, ഈ പ്രദേശത്തോട് ഇഴുകിച്ചേർന്നിരിക്കുന്നു. ഞാനിവിടെ ഈ കൂടുതൽ പോയി കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ ഇതിന് ഇലക്ഷനോടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ വന്നെങ്കിലും പൊന്നൻ ചേട്ടൻ അറിയാതെ പൊന്നൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഇവിടെ UDF നല്ല മാർജിൻ കിട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം വ്യക്തിബന്ധം ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പൊന്നൻ ചേട്ടൻ 1000 സൗഖ്യങ്ങൾ കൊടുക്കട്ടെ. എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ എത്ര സന്തോഷിക്കുമ്പോഴും സഹജീവികളെ മറക്കാതെ അവരുടെ കാര്യങ്ങൾ കൂടി സ്മരിച്ചുകൊണ്ട് അവരെയും കൂടി നമ്മളുടെ ചിന്തയിൽ വികാരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അവർക്ക് വേണ്ട ആ ഒരു സഹായങ്ങൾ അവരിൽ ഒരാളായിട്ട് നമ്മളെപ്പോഴും അവരിലുള്ള സാധാരണക്കാരിൽ ഒരാളായിട്ട് മാറിക്കൊണ്ട് അവരെയും കൂടി നമ്മളുടെ സന്തോഷത്തിൽ പങ്കാളികളാക്കുക എന്നുള്ളത് വലിയൊരു ദിവ്യകാരുണ്യമാണ്, ദൈവമഹത്വത്തിൽ വരുന്നൊരു കാര്യമാണ്. പിന്നെ ഇങ്ങനൊരു കാര്യങ്ങൾക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പൊന്നൻ ചേട്ടാ അത് വേറെ ആരൊക്കെയോ ഇല്ല, പൊന്നൻ ചേട്ടൻ അഗസ്റ്റസ് ബന്ധുക്കാരാണ്. അപ്പോൾ അഗസ്റ്റസ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും അനുഭവത്തോടുകൂടി ഞാൻ ഈ ഒരു മഹത്തായ കർമ്മം ജഗദീശ്വരൻ എനിക്കും തന്ന വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെ ഈ ഒരു ഇത് വന്ന് പങ്കെടുത്ത് ഇങ്ങനൊരു മഹത്തായ കാര്യം ചെയ്യുന്നതിന് സാക്ഷിയാകാനും അതിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. la 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 la
നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതിന്നാളും അങ്ങൻ മുന്നിൽ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായ കീർത്തനങ്ങളേകിടാം. ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. ഉള്ളിനുള്ളിൽ വചനം പകർന്നു നീ, നിന്റെ പുണ്യപാ
പാത തെളിച്ചു നീ, നേർവഴിയിൽ നയിച്ചു നീ. ഈശോയേ പാലകനേ, ഈശോയേ പാലകനേ. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം. ഇന്നും എന്നും ആനന്ദത്താൽ പാടാം, നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. നിന്നെ വിട്ടു ഞാൻ ദൂരെ പോകിലും എന്നെ മറന്നിടില്ല നീ. നിന്നെ വിട്ടു ഞാൻ ദൂരെ പോകിലും എന്നെ മറന്നിടില്ല നീ. പാപച്ചേറ്റിൽ വീണകന്നീടിലും നിന്നെ തള്ളിപ്പറഞ്ഞകന്നീടിലും എന്നെ കൈവേടിയില്ല നീ. മിശിഹായേ മഹോന്നതനേ, മിശിഹായേ മഹോന്നതനേ. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം. ഇന്നും എന്നും ആനന്ദത്താൽ പാടാം, നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥ നിന്നെ എന്നും വാഴ്ത്തിടാം. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം. ഇന്നും എന്നും ആനന്ദത്താൽ പാടാം, നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം. ഇന്നും എന്നും ആനന്ദത്താൽ പാടാം, നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ.
വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരുടറുമ്പോൾ ചെറുമീൻ പോലുമില്ലാതെ അവരലയുമ്പോൾ വലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി വെറുതെ തോണിയുമായി അവരുടറുമ്പോൾ ചെറുമീൻ പോലുമില്ലാതെ അവരലയുമ്പോൾ വരുവിൻ വലയറിൻ നിറയും വലവലിക്കിൻ മനസ്സിന്റെ അമരത്തെ ഗുരുവരുളുന്നു മാനവരെ നേടുന്നോരായിരിക്കുക ഇവിടെ മാനവർക്കു മോക്ഷദീപമാവുക നിങ്ങൾ അലകടലിൽ അലയും മുക്കുവരേ ഒരുമയോടെ വരുവിൻ കരകയറാം അലകടലിൽ അലയും മുക്കുവരേ ഒരുമയോടെ വരുവിൻ കരകയറാം ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശിപ്പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ അലകൾ ചീറി വരും ആ കടലിൽ ശിഷ്യഗണം ഉലയും തോണി തുഴഞ്ഞിടറി നീങ്ങുമ്പോൾ തിരയിൽ തോണി ഉലഞ്ഞവരലയുമ്പോൾ അലകൾ ചീറി വരും ആ കടലിൽ ശിഷ്യഗണം ഉലയും തോണി തുഴഞ്ഞിടറി നീങ്ങുമ്പോൾ തിരയിൽ തോണി ഉലഞ്ഞവരലയുമ്പോൾ അരുതേ ഭയമരുതേ ഇരുളിൽ ഗുരുവരുളി ജലരാശി ഗുരുവിൻ്റെ നടവഴിയായി വിശ്വാസം ഉടയാത്തോനായിരിക്കുക ഇനിയും പത്രോസേ ദൈവവാക്യമോർക്കുകയെന്നും അലകടലിൽ അലയും മുക്കുവരേ ഒരുമയോടെ വരുവിൻ കരകയറാം അലകടലിൽ അലയും മുക്കുവരേ ഒരുമയോടെ വരുവിൻ കരകയറാം ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശിപ്പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽത്തിരയിൽ തോണിയേറി വല വീശിപ്പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ അലകടലിൽ അലയും മുക്കുവരേ ഒരുമയോടെ വരുവിൻ എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോടു കൂടെ വാഴുന്നു രാവും പകലും വാഴുന്നു ദൈവം നിന്നിൽ വാഴുന്നു എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോടു കൂടെ വാഴുന്നു രാവും പകലും വാഴുന്നു ദൈവം നിന്നിൽ വാഴുന്നു
ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഈ ഭൂവിലും തേടേണ്ട നീ. കനിവിന്നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഈ ഭൂവിലും തേടേണ്ട നീ. കനിവിന്നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നു നിന്റെ മനസ്സം നീ തുറന്നിടി, എന്നുമെന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മനസ്സം നീ തുറന്നിടി, എന്നുമെന്നും ഈശോ നിന്റെ കൂടെ വാഴും. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഭൂമിയിൽ ഏകനാണെന്നോർക്കേണ്ട നീ, ദുഃഖങ്ങൾ ഓരോന്നോർത്തു കേഴേണ്ട നീ. സ്നേഹിതനായി സാന്ത്വനമായി ദൈവമെന്നും കൂടെയുണ്ട്. ഭൂമിയിൽ ഏകനാണെന്നോർക്കേണ്ട നീ, ദുഃഖങ്ങൾ ഓരോന്നോർത്തു കേഴേണ്ട നീ. സ്നേഹിതനായി സാന്ത്വനമായി ദൈവമെന്നും കൂടെയുണ്ട്. ഇന്നു നിന്റെ മനസ്സം നീ തുറന്നിടി, എന്നുമെന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മനസ്സം നീ തുറന്നിടി, എന്നുമെന്നും ഈശോ നിന്റെ കൂടെ വാഴും. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ
എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകി നീ, ബലിദാനമായിതാ തിരുജീവനേകി നീ. കേഴുന്നു ഏകാകി ഞാൻ നാഥാ നീ കനിയില്ലയോ, കണ്ണീരും തൂകുന്നിതാ രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. മനസ്സിനേകി നീ സ്നേഹം നിറഞ്ഞ വാക്കുകൾ, നീറും മനസ്സിനേകി നീ സ്നേഹം നിറഞ്ഞ വാക്കുകൾ, ശരണാർത്ഥിയായിതാ തിരുമുമ്പിൽ നിന്നു ഞാൻ, ശരണാർത്ഥിയായിതാ തിരുമുമ്പിൽ നിന്നു ഞാൻ. പാടുന്നു ഏകാകി ഞാൻ നാഥാ നീ കേൾക്കില്ലയോ, കാരുണ്യം ചൊരിയില്ലയോ രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ.